ക്രിസ്തു പറഞ്ഞിട്ടുള്ളവയിൽ പാപികളോടുള്ള ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹം ഇത്രയേറെ വ്യക്തമായി കാണിക്കുന്ന വേറൊരു കഥയില്ല. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, എനിക്കെൻ്റെ അവകാശം തരിക. അതും വാങ്ങി അവൻ വീട്ടിൽ നിന്ന് പോയി. ദൂരെ ഒരു നാട്ടിൽ ചെന്ന് ആ പണം മുഴുവൻ തോന്നിയാസമായി ചീത്ത കൂട്ടുകാരോടുകൂടി ധൂർത്തടിച്ചു കളഞ്ഞു. നാട്ടിൽ പഞ്ഞമായി. വളരെ കുറച്ച് സമയത്തിനകം അവൻ ദരിദ്രനായി. പിന്നീട് അവന് പന്നിയെ നോട്ടമായിരുന്നു. അതാണ് അവന് കിട്ടിയ ജോലി. അവൻ ഏകനായിരിക്കുകയാണ്. വിശന്നിട്ട് ഒന്നിനും വയ്യ. അപ്പോഴവൻ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വേലക്കാരുണ്ട്. അവർ അവിടെ സുഖമായി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. ഇവിടെ കിടന്ന് ഞാൻ വിശന്നു പൊരിയുന്നു. ഞാൻ ചെന്ന് എൻ്റെ പിതാവിനോട് പറയും, പിതാവേ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും എതിരായി പാപം ചെയ്തു പോയി. അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ പോലും ഞാനിപ്പോൾ അർഹനല്ല. അങ്ങയുടെ വേലക്കാരിൽ ഒരുവനായിട്ടെന്നെ കണക്കാക്കണമേ. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പുറപ്പെട്ടു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. ഓടിച്ചെന്ന് കൈ വിരിച്ചവനെ കെട്ടിപ്പിടിച്ചുമ്മ വച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പിതാവ് മകനെ ആലിംഗനം ചെയ്തുകൊണ്ട് വേലക്കാരി വിളിച്ചു പറഞ്ഞു, ഇവന് ധരിക്കാൻ നല്ല ഉടുപ്പുകൾ കൊണ്ടുവരൂ. കയ്യിൽ ഒരു മോതിരം അണിയിക്കൂ, കാലിൽ ചെരുപ്പും. നല്ലൊരു വിരുന്നും ഒരുക്കുക. അയൽക്കാരെയും വിളിക്കുക. നമുക്കിന്ന് സന്തോഷിക്കാം. കാരണം മരിച്ചുപോയ എൻ്റെ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇവൻ നഷ്ടപ്പെട്ടതാണ്. ഇവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഉടനെ ആ ഭവനത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങി. മൂത്ത മകനപ്പോൾ വീട്ടിൽ ഇല്ലായിരുന്നു. അവൻ വന്നപ്പോൾ വീട്ടിൽ ആനന്ദം അലതല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. കാര്യം മനസ്സിലാക്കിയപ്പോൾ അവന് മുറുമുറുപ്പുണ്ടായി. വീട്ടിലേക്ക് കയറുകയില്ലെന്നുള്ള മട്ടിൽ അവൻ പുറത്തു തന്നെ നിന്നു. പിതാവ് അവനെ അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചു. ഞാൻ അങ്ങേ പുത്രനെ പോലെ ഇവിടെ ജീവിച്ചു. അങ്ങേ കൽപ്പനകളൊന്നും ഞാൻ ഒരിക്കലും അനുസരിക്കാതിരുന്നിട്ടില്ല. പക്ഷേ എൻ്റെ സ്നേഹിതന്മാരോടൊന്നിച്ച് ഉല്ലസിക്കാൻ ഒരു കുഞ്ഞാടിനെ പോലും അവിടുന്ന് എനിക്ക് നൽകിയിട്ടില്ല. എന്നാൽ ഇവൻ ഒരു തോന്നിയാസിയായി ജീവിച്ച് അങ്ങയുടെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ചിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് ഇവനെ ബഹുമാനിക്കാൻ വേണ്ടി ഒരു കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. പിതാവ് പറഞ്ഞു, എൻ്റെ മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്കുള്ളതൊക്കെ നിൻ്റേതാണ്. പക്ഷേ ഈ സന്തോഷത്തിനും ഉല്ലാസത്തിനുമൊക്കെ കാരണമുണ്ട്. മകനെ, നിന്റെ സഹോദരൻ മരിച്ചതാണ്. അവൻ ജീവിതത്തിലേക്ക് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. ഇതാ ഇപ്പോൾ അവന് വീണ്ടു കിട്ടിയിരിക്കുന്നു. ആകയാൽ നാം ആഹ്ലാദിച്ചുല്ലസിക്കേണ്ടിയിരിക്കുന്നു.